ബാങ്കോക്കിൽ നിന്ന് ഒരു 10-45 കിലോമീറ്റർ അകലെയുള്ള സമൂത് സക്കോൺ എന്ന് പറയുന്ന ഒരു പോർട്ട് ടൗണാണ്. ഇവിടെ നല്ല ഉണക്കമീൻ കിട്ടുമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടുത്തെ മാർക്കറ്റിൽ കയറി നോക്കട്ടെ. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ്. എന്ത് തേങ്ങയെന്ന് പറഞ്ഞില്ല, തവള എങ്ങനെയാണോ കിട്ടത്തില്ല. പത്ത് ഉണക്കമീനുകളാണ്. നല്ല കട്ട മഴയത്ത് ഐസ്ക്രീം. അവിടുത്തെ ബീച്ച് സൈഡിലുള്ള ഒരു പാർക്കാണ്. നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ പോലെ ഇവിടെ ഒരു ബീച്ച് വാക്ക് ഉണ്ട്. അതിൻ്റെ സൈഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്ക്. മഴയാണെങ്കിലും അവിടെ നിന്ന് കണ്ടു നോക്കട്ടെ. പെട്ടെന്ന് നമ്മുടെ ഫോട്ടോ വെച്ചൊക്കെ ഓർമ്മ വരുന്നത്. അവിടെ ഇതേപോലെ തീരം ചെയ്തിരിപ്പുണ്ട്. ഫോട്ടോച്ചിലെ ചെറായിലെയൊക്കെ പോലെ കാറ്റാടി മരം, സെയിം സെറ്റപ്പ്. അതൊക്കെ ഫോട്ടോച്ചിൽ കാണുന്ന പോലെ ചെളി അടിച്ചു കൂടി കിടക്കുന്ന മണലില്ല, ബീച്ചില്ല. കാറ്റാടി മരം അതേപോലെ ആ കാറ്റാടിയിൽ കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ട് നോക്കിയാണ്. നമ്മുടെ ഫോട്ടോ വെച്ചിൽ അതേപോലെയുള്ള നങ്കൂരം ഇവിടെ കിടപ്പുണ്ട്. ശരിക്കും ഫോട്ടോ വെച്ച് പോലെ തന്നെ തോന്നുന്നു. അതിങ്ങനെ തായ്ലൻഡിൻ്റെ ഒരു അറ്റം നമ്മുടെ ഫോട്ടോ വെച്ച് പോലെ. ഇവിടെ ഒരു തടിപ്പാലം ഇട്ടുണ്ട്, ചെളിയിൽ പൊതഞ്ഞു പോകാതെ അവിടം വരെ നടന്നു പോകാനായിട്ട്. ആൾക്കാർ അങ്ങോട്ട് നടന്നൊക്കെ പോകുന്നുണ്ട്. അവിടെ പോയാൽ കക്ക വാങ്ങിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പാണത്. നമ്മുടെ അടുത്ത പോലെയൊക്കെ തന്നെ വളരെ വിജനമായിട്ടുള്ള ഒരു ടൗൺ. ബാങ്കോക്കിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ മാറിയുള്ള സമൂത് സക്കോൺ എന്ന് പറയുന്ന സ്ഥലം. വെറുതെ വഴി കൂടെ ഇറങ്ങിടക്കുക. എന്താണ് ഈ സ്ഥലം എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. പ്രത്യേകിച്ച് ശ്രമമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും വരുന്നൊരു ഏരിയ അല്ല. എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളിയെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ഇവിടെ വന്നിട്ടുണ്ടാവുക. എനിവേയ്സ് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ. നടന്ന് അത്യാവശ്യം ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ട്. വലിയ മഴയൊന്നുമില്ല. അങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടൊരു സാധനം പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഒരു ചൈനീസ് ടെമ്പിളാണ്. എന്താണ് പരിപാടി ഒന്നും അറിയത്തില്ല. അത് നമ്മൾ കയറി നോക്കാനും പോകുന്നില്ല. സാധാരണ ടിപ്പിക്കൽ ചൈനീസ് ടെമ്പിൾ അത് കാണുന്ന പോലെ വലിയ അട്രാക്ഷനൊന്നുമില്ല. ഇത് വീണ്ടും സമൂത് സക്കോൺ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഡേ മാർക്കറ്റാണ്. രാവിലെ 6 മണി തൊട്ട് ഒരു ഉച്ചവരെ സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് ഉണക്കമീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഉണക്കമീനും വത്തല മുളകും, നല്ല തായ്
വത്തലമുളക്, അതാണ് ഉദ്ദേശം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. വന്നപ്പോൾ ഇവിടെ ചെറിയൊരു അമ്പലമൊന്നുമല്ല, എന്ത് തേങ്ങയാണോ കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറാമെന്ന് കരുതി, അതേ ഉള്ളൂ. നത്തിങ്, അകത്തൊരു സ്തൂപം മാത്രമേ ഉള്ളൂ. ഇതാണ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് മാർക്കറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ അതായത് ഇവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ ഇറച്ചി കച്ചവടവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വരും, കോമൺ ആണ് ഇവിടെ. ചൈനീസ് എൻട്രൻസ്. സ്ട്രീറ്റ് സെല്ലേഴ്സ്, പാർക്കിംഗ് സൈഡിൽ കച്ചവടമായിട്ടിരിക്കുന്ന ആൾക്കാർ. കാണുന്ന സ്ട്രീറ്റിൻ്റെ അപ്പുറത്താണ് മാർക്കറ്റ്. വലുതാണ്, അപ്പുറത്തും ഇറങ്ങാനുണ്ട്. ലെറ്റ്സ് എക്സ്പ്ലോർ ദ മാർക്കറ്റ്. ലോക്കൽ ടൗൺ ഓഫ് ബാങ്കോക്ക്. മാർക്കറ്റ് സൈഡിലേക്ക് വരുന്നു. നമ്മുടെ കല്ലുമ്മക്കായ് 20 ബാത്ത് 1 കിലോ. 20 എന്ന് പറഞ്ഞാൽ 50 രൂപയേ ഉള്ളൂ. ഇവിടെ 25 ബാത്ത്, കുറച്ചുകൂടെ വലുതാണ്. കല്ലുമ്മക്കായ് വെറും 50 രൂപ 1 കിലോയ്ക്ക്. ഇവിടെ 3 കിലോ 100 രൂപ. ചെമ്മീൻ ഒക്കെ ഭയങ്കര വില കുറവാണ്. നമ്മുടെ എറണാകുളം മാർക്കറ്റ് പോലെയൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ട് കയറുന്ന പോലെയൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കല്ലുമ്മക്ക 1 കിലോ വെറും 50 രൂപ. എനിക്ക് തോന്നുന്നില്ല കണ്ണൂരോ ഭാഗത്തൊക്കെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എല്ലാം ചീപ്പാണ്. സ്ക്വിഡ് പല വെറൈറ്റീസാണ്. 200 ബാത്ത് 500 രൂപ, 220 ബാത്ത് 1 കിലോ. നമ്മൾ 500 രൂപ ആ സാധനത്തിന്. നമ്മുടെ നാട്ടിൽ 1500 2000 രൂപ കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടുത്തെ വില. 220 ബാത്ത് 200 ബാത്ത് എല്ലാം 500 രൂപ റേഞ്ചിലേ ഉള്ളൂ. ചുറ്റിനും ഈ പറഞ്ഞ പോലെ ഫ്രഷ് ഫിഷുകളാണുള്ളത്. ഇനി ഉണക്കമീനുകൾ കുറേ ഉണ്ട്. ഉണക്കമീൻ. മാർക്കറ്റിൻ്റെ ഒരു ഗള്ളി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ഉണ്ട്. അകത്ത് തുണിയും സാധനങ്ങളെല്ലാം ഉണ്ട്. ഞാനിവിടെ വന്നത് ഉണക്കച്ചെമ്മീൻ നോക്കാനാണ്. പല സാധനങ്ങളുണ്ട്, പലതരത്തിലുള്ള സാധനങ്ങൾ. ഉണക്കച്ചെമ്മീൻ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് ബിസ്ക്കറ്റുള്ള സാധനങ്ങളൊക്കെയാണ്. എന്നാലും ഉണക്കമീനുണ്ട്. ഇവിടുത്തെ കാശ്മീരി ചില്ലി പോലത്തെ സാധനമാണ്. കളറുണ്ടാവും, സ്പൈസി ആയിരിക്കില്ല. ഇവിടെ താഴെല്ലാം കിട്ടുന്ന സ്ക്വിഡാണ്, ഇങ്ങനെ വില പോലെ കിട്ടുന്നത്. ബാക്കിയുള്ള ഉണക്കമീൻ മുള്ളൻ പോലത്തെ സാധനങ്ങളാണ്. എന്ത് സാധനങ്ങളാണെന്ന് അറിയില്ല. അത് സ്റ്റാർ ഫിഷ് പോലെയാണ്. എന്താണ് തെങ്ങുന്നത്? കൂടെ ഉണക്കമീനാണ്. അയല ടൈപ്പുണ്ട്. ചോര കളറുകളൊക്കെ കാണുന്നുണ്ട്. എന്ത് തേങ്ങയാണെന്ന് അറിഞ്ഞൂടെ. ഉണക്കമീനാണ്. ബാക്കിയുള്ള ഉണക്കമീൻ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും സൈഡിൽ ഫ്രഷ് അയല, ബാക്കി ഫ്രഷ് ഫിഷുകളുണ്ട്. ഫ്രഷ് ചെമ്മീൻ, സ്ക്വിഡ്. അയലയുടെ സൈസ് കണ്ടോ, ഒരു രക്ഷയില്ല. അത് വീഡിയോയിൽ എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല. ഭയങ്കര സൈസാണ്. ഞണ്ട്, ലൈവ് ഞണ്ടുകളാണ്. എല്ലാത്തിനെയും കെട്ടിയിട്ടേക്കുക. ബാക്കി ഉണക്കമീനും കുറേ ചട്നി അതൊക്കെ ഉണ്ട്. എന്ത് ചട്നിയാണെന്ന് അറിഞ്ഞൂടാ. ഇവിടുത്തെ നാച്ചുറൽ പച്ച ചുമന്ന മുളക്. ഇന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ അറ്റത്തെത്തി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വീണ്ടും അമ്പലമുണ്ട് ഇപ്പുറത്ത്. അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ നോൺ വെജും മീനും ഇറച്ചിയും എല്ലാം ഉണ്ട്. ഇതൊരു ചെറിയൊരു ഷോപ്പാണ്. ഇവിടെ ആൽക്കഹോൾ കിട്ടും, ലോക്കൽ ആൽക്കഹോൾ. അവിടെ പെഗ് ഗ്ലാസ് വെച്ചേക്കുന്നുണ്ടോ? ആ പെഗ് ഗ്ലാസ്സിനകത്ത് ലാക്കാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടും. ഒരെണ്ണം മേടിച്ച് അടിച്ചു നോക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ലാക്കാവ് വിൽക്കുന്ന ചേച്ചി. ഇതാണ് ഞാനത് അടിക്കാൻ പോവാണ്, ട്രൈ ചെയ്യാൻ പോവാം.
തായ്ലൻഡിൽ വന്ന് ഇവിടുത്തെ വാറ്റുചാരായം കുടിച്ചു. ലവ് ഹാവ് എന്നാണ് പറയുന്നത്. മാർക്കറ്റിൻ്റെ എല്ലാ സൈഡിലും ഒരു പെഗ്ഗായിട്ട് മേടിക്കാൻ കിട്ടും. ആ പെഗ്ഗ് മേടിച്ച് 20 ബാത്ത്, ഒരു ഷോട്ടിന് 50 രൂപ, ഇന്ത്യൻ മണി 50 രൂപ. കുഴപ്പമില്ല, കത്തി ഇറങ്ങി പോയിട്ടുണ്ട്. നമ്മുടെ ടക്കിയിലേക്ക് അടിക്കുന്ന പോലെയാണ്, കുറച്ച് മൈൽഡാണ്, അത്ര സ്ട്രോങ് ഒന്നുമില്ല. എന്തായാലും കൊള്ളാം, അതും ഒരു എക്സ്പീരിയൻസ്.